എന്തൊക്കെയാ നമ്മൾ ഈ കേൾക്കണേ? സത്യം പറഞ്ഞാൽ ഞെട്ടുകയാണ്. വി.ഡി. സതീശൻ രാഹുലിനെ കുറിച്ച് പറഞ്ഞ വാക്ക് നിങ്ങൾ കേൾക്കണം. ലോകം ഞെട്ടുകയാണ്, കേരളം ഞെട്ടുകയാണ്, ഇന്ത്യ മുഴുവനും ഞെട്ടുകയാണ്. വി.ഡി. സതീശനാണോ ഇങ്ങനെ പറയുന്നത് എന്ന് നിങ്ങൾ ഇന്ന് ഒന്ന് കേൾക്കണം. ഓക്കെ, അത് ഞാൻ പ്ലേ ചെയ്തുതരാം പൊന്നു പ്രേക്ഷകരെ. അതിനുശേഷം പിണറായി വിജയനെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ഒരു വീഡിയോയുമായി വന്നിട്ടുണ്ട്. ആ വീഡിയോയും കൂടി ഞാനിപ്പോൾ സൈഡിൽ വെച്ചു തരാം. അതിനു മുമ്പ് പ്രേക്ഷകരോട് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും വി.ഡി. സതീശൻ എന്താണ് രാഹുലിനെ കുറിച്ച് പറഞ്ഞത് അതൊന്ന് കേട്ടു നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിനെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ വളരെ നിർണായകമായ പങ്കുവഹിച്ച ആളാണ് താങ്കൾ. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ആൾക്കാരെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് നമുക്ക് ഇതൊക്കെ ഒരു അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കേസ് വന്നു, എൻ്റെ തലയിൽ മാത്രമായി. എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ പ്രയാസത്തോടു കൂടി എടുത്ത തീരുമാനമാണ്. അവിടെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരിൽ ഒരാളാണ്, എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. അയാൾ ആ തീരുമാനം എടുക്കേണ്ടി വന്നു. രാഷ്ട്രീയത്തിൽ അപ്രിയങ്ങളായ തീരുമാനങ്ങൾ നമ്മൾ എടുക്കേണ്ടി വരും. തീരുമാനം എടുത്തു ഇല്ലേ, ആ തീരുമാനം എടുത്തു, അതിൽ ഉറച്ചു നിന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര അറ്റാക്ക് എനിക്കെതിരായിട്ടുണ്ടായി. ഞാൻ ഈ തീരുമാനം എടുത്തതിന് ചങ്ക് പൊട്ടിയെടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിനെ ആക്ഷേപിക്കുകയായിരുന്നു കംപ്ലീറ്റ്. കുറേ ആളുകൾ വന്നു, ആരാണെന്നൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഞാൻ തീരുമാനിച്ചത് സോഷ്യൽ മീഡിയ വന്നത് അറ്റാക്ക് ചെയ്താലൊന്നും നമ്മുടെ തീരുമാനം ഡൈലൂട്ട് ചെയ്യാൻ പാടില്ല. അത് പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്തു, സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ചങ്ക് പൊട്ടിയിട്ട് തീരുമാനം എടുത്തെന്ന് പറയുന്നത്. വിഷമം ഉണ്ടാവും നമുക്ക്. പക്ഷെ അത് ഒരു ഒറ്റപ്പെട്ട ഒരു സംഭവമാണ്. അതെന്താണ് അത് അങ്ങനെ തീരുമാനം എടുത്തു, ഒറ്റപ്പെട്ട സംഭവം. അതിനർത്ഥം എല്ലാവരും അങ്ങനെയാണെന്നല്ലല്ലോ. വേറെ ഒരുപാട് ആളുണ്ടല്ലോ, ഇതിൻ്റെ കൂടെ ഒരുപാട് ആളുണ്ടല്ലോ, ഒരാളല്ലല്ലോ. ആളുണ്ടായിരുന്നു, ഫ്രണ്ടിലുണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ. ഒരു വിഷമം തീർച്ചയായിട്ടും ഉണ്ട്. ഞാനത് എത്രയും വിഷമം അനുഭവിച്ച ജീവിതത്തിൽ തന്നെ, രാഷ്ട്രീയ ജീവിതത്തിൽ അത്രയും വിഷമം അനുഭവിച്ചൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഇങ്ങനെ നമ്മൾ വളർത്തിയെടുക്കുന്നതിലൊരു പാളിച്ച സംഭവിക്കുന്ന അതല്ലല്ലോ, നമുക്ക് അതൊന്നും നോക്കിയിട്ടല്ലല്ലോ. നമ്മൾ അവരുടെ പൊട്ടൻഷ്യലായിട്ട് നമ്മൾ വ്യക്തിപരമായ കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചു. ഇപ്പോൾ ഒരാൾ സിഗരറ്റ് വലിക്കുവോ, കള്ളു കുടിക്കുവോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇമ്മോറൽ ആക്ടിവിറ്റീസ് ഉണ്ടോ എന്നൊന്നും നമുക്കങ്ങനെ ആരെപ്പറ്റിയും അവരുടെ ജാതകമൊന്നും അന്വേഷിച്ച് പോകാൻ പറ്റില്ലല്ലോ. നമ്മൾ നോക്കുന്നത് അവർ മിടുക്കരാണോ, അവർ കഴിവുള്ളവരാണോ, നല്ല പൊട്ടൻഷ്യൽ ഉള്ളവരാണോ, നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നവരാണോ, നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നവരാണോ എന്നല്ലേ നോക്കുള്ളൂ. അതൊക്കെ നമുക്ക് പറയണ്ട. അതങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇനി ഒരു തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ടോ കേസ്? വരട്ടെ, പൊളിറ്റിക്സ് അല്ലേ, വരട്ടെ. നമ്മളൊന്നിനും ഒരു അവസാനം ഇല്ലല്ലോ. ഓക്കെ, ഇവിടെ വി.ഡി. സതീശൻ പറയുന്നു, ഞാൻ ഒറ്റക്കല്ല ആ തീരുമാനമെടുത്തത്. അതിനുശേഷം എൻ്റെ ചങ്ക് പിടഞ്ഞു. രാഹുൽ നല്ലൊരു നേതാവായിരുന്നു. അങ്ങനൊരു നേതാവിനെതിരെ ഇത്രയും വലിയൊരു തീരുമാനമെടുക്കുമ്പോൾ ഞാൻ കരഞ്ഞിരുന്നു എന്നാണ് വി.ഡി. സതീശൻ പറയുന്നത്. പൊന്നു പ്രേക്ഷകരെ, ഇത് രാഹുലിൻ്റെ ജയമാണ്. ഇതുവരെയും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ ആരും പറയാത്ത ചില കാര്യങ്ങളാണ് നമ്മുടെ വി.ഡി. സതീശൻ പറഞ്ഞത്. അതായത് ചങ്ക് പൊട്ടിയെന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. പിന്നീട് വി.ഡി. സതീശൻ പറയുന്നു, സോഷ്യൽ മീഡിയ അറ്റാക്ക് ഉണ്ട്. പൊന്നു വി.ഡി. സതീശൻ സാറേ, എങ്ങനെ അറ്റാക്ക് ചെയ്യാതിരിക്കും? ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ? പിണറായി വിജയൻ കാണിക്കുന്ന വൃത്തികേടും പിണറായി വിജയൻ കാണിക്കുന്ന തെമ്മാടിത്തരവും ഉശിരോടുകൂടി കോൺഗ്രസിൽ, അതായത് ശബ്ദത്തിൽ കൂടി പറയുന്ന ധൈര്യമുള്ളത് രാഹുലിന് മാത്രമാണ് എൻ്റെ പൊന്നു വി.ഡി. സതീശൻ സാറേ. അതുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ സൈബർ അറ്റാക്ക്. നിങ്ങളാണ് പ്രതിപക്ഷ നേതാവ്. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് ഒരാളെ പുറത്താക്കണമെങ്കിൽ നിങ്ങളുടെ ഇടപെടൽ വേണം. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും അറ്റാക്ക് ചെയ്തത്. പൊന്നു പ്രേക്ഷകരെ, നടുക്കുന്ന ഞെട്ടിക്കുന്ന വീഡിയോ. അതായത് ഈ പറയുന്ന പിണറായി വിജയനെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. അതിനു മുമ്പ് വീഡിയോ ഹൈപ്പ് ചെയ്യണം, നാലാളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ പാട്ടുപാടിയ ചെറുപ്പക്കാരനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇടുക്കിയിൽ വട്ടവട എന്ന് പറയുന്ന സ്ഥലം നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? അവിടെ ഭൂപതി എന്ന് പറയുന്ന ഒരു സാധു സ്ത്രീയെ നിങ്ങൾ മറന്നുപോയില്ലേ? ഭൂപതി എന്ന് പറയുന്ന ആ സാധു സ്ത്രീയെ മറന്നാലും നാൻ പെറ്റ മകനെ എന്ന അവരുടെ അലമുറ ഇപ്പോഴും നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഇങ്ങനെ വിറങ്ങലിച്ച് ഓർമ്മയായിട്ട് അവശേഷിക്കുന്നില്ലേ? മഹാരാജാസ് കോളേജിൽ SFIയുടെ പ്രവർത്തകനായിരുന്ന അഭിമന്യുവിൻ്റെ അമ്മ ഇത്തവണയും പോളിംഗ് ബൂത്തിൽ പോയി ക്യൂ നിന്ന് വോട്ട് ചെയ്യും. ആ വോട്ട് ചെയ്യുന്നത് ഇടതുപക്ഷത്തിന് തന്നെ ആയിരിക്കുമെന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് തർക്കമില്ല. പക്ഷേ ഇത്തവണ വോട്ട് ചെയ്യുമ്പോൾ വല്ലാതെ കുറ്റബോധത്തോടു കൂടിയിട്ടായിരിക്കും ആ അമ്മ വോട്ട് ചെയ്യുക.
അഭിമന്യുവിനെയൊക്കെ നിങ്ങൾ എന്നേ മറന്നുപോയി. മഹാരാജാസിൽ SFIയുടെ സംഘടനാ പ്രവർത്തകനായതിന്റെ പേരിൽ SDPIക്കാരാൽ കൊല്ലപ്പെട്ട നിങ്ങൾ കേരളത്തിലെ ചുമരുകളിൽ മുഴുവൻ വർഗീയത തുലയട്ടെ എന്ന മുദ്രാവാക്യം എഴുതി വെച്ച ആ സംഭവങ്ങളെല്ലാം നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാകും. ആ മറന്നതിന് ശേഷം നിങ്ങളിപ്പോൾ നേമം മുതൽ വേങ്ങര വരെയും മങ്കട മുതൽ മഞ്ചേശ്വരം വരെയും തെരഞ്ഞെടുപ്പ് ധാരണ SDPIയുമായിട്ട് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്തെല്ലാം മറന്നുപോയാലും മായാതെ കിടക്കുന്ന വർഗീയത തുലയട്ടെ എന്ന മുദ്രാവാക്യങ്ങൾ, ആ മുദ്രാവാക്യങ്ങളുടെ മുകളിൽ വെള്ളയടിച്ച് നാൻപറ്റ മകനെ മാപ്പ് എന്നെഴുതി വെച്ചിട്ടേ നിങ്ങൾ വോട്ട് പിടിക്കാൻ ഇറങ്ങാവുള്ളൂ എന്നൊരു അഭ്യർത്ഥനയാണ് CPMന്റെ നേതാക്കന്മാരോട് എനിക്ക് പറയാനായിട്ടുള്ളത്. അഭിമന്യു കൊല്ലപ്പെട്ട് വർഷം 2 തികയുന്നതിന് മുൻപ് അഭിമന്യു കൊലക്കേസിലെ 4ാം പ്രതിയായ അമാൻ ഫറൂഖി എന്ന SDPI പ്രവർത്തകന്റെ പഞ്ചായത്തായ കോട്ടാങ്ങലിൽ തന്നെ CPMും SDPIയുമായി ചേർന്ന് പഞ്ചായത്ത് ഭരിച്ച ആളുകൾക്ക് കേരളം മുഴുവൻ ആ സഖ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനകത്ത് പ്രത്യേകിച്ച് മനസാക്ഷിക്കുത്തൊന്നുമില്ല. ആ മനസാക്ഷിക്കുത്തൊന്നും മറയ്ക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ വിജയൻ ഇന്ന് പറഞ്ഞത് പാലക്കാട് നിങ്ങളൊക്കെ ചങ്ങായിമാരായില്ലേ എന്ന്. പാലക്കാടിനെ പറ്റി പറയുമ്പോൾ പാലക്കാട് ആ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പാലക്കാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായ 18,840 വോട്ടുകൾക്ക് വിജയിച്ച ആള് ഞാനാണ്. ശ്രീ വിജയനോടും വിജയനെ പിന്തുണയ്ക്കുന്ന സേനയോടും ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, SDPIയുടെ വോട്ട് എനിക്ക് വേണമെന്ന് പറയുന്ന ഒരൊറ്റ വീഡിയോ, ഏതെങ്കിലും ഒരു ബൈറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ടോ? ഇന്നിപ്പോ ശിവൻകുട്ടിയെ പറ്റി SDPI നേതാക്കന്മാർ പറഞ്ഞത് ശിവൻകുട്ടി വോട്ട് ചോദിച്ചു എന്നാ. പാലക്കാട് അടക്കമുള്ള ഏതെങ്കിലും ഒരു SDPI നേതാവിനോട് ഞാൻ അവരോട് വോട്ട് ആവശ്യപ്പെട്ടതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെളിവ്, അത് ഡിജിറ്റൽ എവിഡൻസോ ഫിസിക്കൽ എവിഡൻസോ എന്തെങ്കിലും ഒരു തെളിവ് നിരത്താൻ നിങ്ങൾക്ക് കഴിയുമോ? ഇല്ല. എന്നോട് SDPIയുടെ വോട്ട് വേണമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് SDPIയിൽ മാത്രം എന്തിനാണ് ലിമിറ്റ് ചെയ്യുന്നത്? വർഗീയമായി ചിന്തിക്കുകയെങ്കിലും ചെയ്യുന്ന ഒരൊറ്റ മനുഷ്യന്റെ പോലും വോട്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞതിന്റെ കൂടി അംഗീകാരമായിട്ടാണ് പാലക്കാടിന്റെ മതേതര മണ്ണ് എന്നെ വലിയ വോട്ടിൽ വിജയിപ്പിച്ചതെന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. മറിച്ച് നിങ്ങളുടെ ശിവൻകുട്ടി എന്താ പറഞ്ഞിട്ടുള്ളത്? ശ്രീ ശിവൻകുട്ടി പറഞ്ഞത് ഞാൻ കേൾപ്പിക്കാം. തെരഞ്ഞെടുപ്പിൽ ആദ്യമിറക്കുന്ന അഭ്യർത്ഥനയാണല്ലോ സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥന പറയാൻ പറ്റുമോ? ഇന്ന ആൾക്കാർ മാത്രം വോട്ട് ചെയ്താൽ ബാക്കിയുള്ളവർ വോട്ട് ചെയ്യണ്ടെന്ന് പറയാൻ പറ്റും? കേട്ടല്ലോ, അഭ്യർത്ഥനയിൽ പറയാൻ കഴിയുമോ ഇന്ന ആളുകളുടെ വോട്ട് വേണ്ട, ഇന്ന ആളുകളുടെ വോട്ട് മതിയെന്ന്? ഞങ്ങൾക്ക് പറയാൻ കഴിയും. വർഗീയമായി ചിന്തിക്കുന്ന ഒരാളുടെയും വോട്ട് വേണ്ട. ശിവൻകുട്ടിക്ക് മാത്രമല്ല SDPI വോട്ടുകളോട് അസ്പർശ്യതയില്ലാത്തത്. CPMന്റെ വളരെ മുതിർന്ന നേതാവും അവരുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും ആലപ്പുഴ ജില്ലയിലെ എല്ലാ സീറ്റുകളുടെ ചുമതലയും ഏൽപ്പിച്ചിരിക്കുന്ന ശ്രീ തോമസ് ഐസക്, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്ക് കേൾക്കാം. അതിനെ ആർക്ക് വേണമെങ്കിൽ പിന്താങ്ങിയാലും ഞങ്ങൾ ആ വോട്ട് വേണ്ടെന്ന് പറയത്തില്ല. ഞങ്ങളുടെ നയത്തെ ആര് പിന്താങ്ങിയാലും ആ വോട്ട് വേണ്ട എന്ന് ഞങ്ങൾ പറയില്ല എന്ന് തോമസ് ഐസക് ഇത് എവിടെ നിന്നുകൊണ്ടാണ് പറയുന്നത് എന്നുള്ളതാണ് പ്രസക്തം. 2021 ആണ്ട് ഡിസംബർ 18 ഷാൻ എന്ന് പറയുന്ന SDPI പ്രവർത്തകനെ അതിക്രൂരമായി RSSR കൊല ചെയ്യുന്നു. 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് തിരിച്ച് രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന് പറയുന്ന RSS പ്രവർത്തകനെ SDPIക്കാർ ക്രൂരമായി കൊല ചെയ്യുന്നു. അത്രയ്ക്ക് SDPIക്ക് സംഘടനാ സ്വാധീനമുള്ള ആലപ്പുഴ ജില്ലയിൽ അവർക്ക് പൊളിറ്റിക്കൽ ലെജിറ്റിമസി കൊടുക്കുകയാണ് CPMന്റെ തലമുതിർന്ന നേതാവ് തന്നെ. ഇപ്പോ വേങ്ങരയിൽ നിങ്ങൾക്കൊരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, ആരാണ്? സഭാവ്. ആരാണ് ഈ സഭാവ്? 2021 ആണ്ടിലെ തെരഞ്ഞെടുപ്പിൽ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് UDFന് വേണ്ടി മത്സരിച്ചപ്പോൾ അവിടെ SDPIയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സഭാവാണ് ഇത്തവണത്തെ LDFന്റെ സ്ഥാനാർത്ഥി. അങ്ങനെ മത്സരിക്കുന്ന ആ വേങ്ങരയിൽ ശ്രീ KM ഷാജി പറഞ്ഞിട്ടുണ്ട് SDPIയുടെ വോട്ട് വാങ്ങിയിട്ടുള്ള ഒരു ജയവും എനിക്ക് വേണ്ട എന്ന്. മഞ്ചേശ്വരത്ത് എന്താ പ്രശ്നം? മഞ്ചേശ്വരത്ത് SDPIയുടെ നേതാക്കന്മാർ പറഞ്ഞത് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ UDF തെരഞ്ഞുപിടിച്ച് പരാജയപ്പെടുത്തി, അതുകൊണ്ട് UDFനെ പരാജയപ്പെടുത്തുമെന്നാണ്. അവിടെ UDFും BJPയും തമ്മിൽ മത്സരിക്കുമ്പോൾ പോലും UDF വേണ്ട എന്ന് തീരുമാനിക്കുകയാണ് SDPI. നേമത്ത് നിങ്ങളെ പിന്തുണയ്ക്കുകയാണ് SDPI. ഒന്ന് ഓർത്തു നോക്കൂ, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് CPM കഴിഞ്ഞാൽ ഏറ്റവും അധികം സീറ്റുകൾ പിന്തുണയ്ക്കുന്ന CPIയേക്കാൾ വലിയ ഘടകകക്ഷിയായി SDPI മാറിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ സീറ്റുകൾ, നേമം മുതൽ മഞ്ചേശ്വരം വരെയുള്ള മറ്റ് സീറ്റുകൾ, അങ്ങനെ നോക്കുമ്പോൾ CPIയേക്കാൾ വലിയ ഇടതുപക്ഷത്തിന്റെ വോട്ട് ബാങ്ക് ആയിട്ടുള്ള ഘടകകക്ഷി SDPI ആണ്. ആ SDPIയും RSSനെയും എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് എങ്ങനെയും ഒരു സർക്കാർ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമമാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തെല്ലാം മറന്നാലും എന്തെല്ലാം മായ്ക്കുവാൻ ശ്രമിച്ചാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വർഗീയത തുലയട്ടെ എന്ന ചുവരെഴുത്തുകൾ ഇപ്പോഴും കേരളത്തിന്റെ പലയിടത്തായിട്ട് കിടപ്പുണ്ട്. അത് കണ്ട മനുഷ്യർ, അഭിമന്യുവിനെ കണ്ട മനുഷ്യർ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ തോൽപ്പിക്കുക തന്നെ ചെയ്യും. RSSുമായിട്ടുള്ള നിങ്ങളുടെ ചങ്ങാത്തത്തെ പറ്റി നമുക്ക് ഉടനെ തന്നെ സംസാരിക്കാം. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിലും നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഓക്കെ രാഹുൽ, ഇനിയുള്ള ദിവസങ്ങളിലും ഇങ്ങനെ സംസാരിക്കും, ഞാനത് നിങ്ങളിലേക്ക് എത്തിക്കും. പൊന്നു പ്രേക്ഷകരോട് ഒരൊറ്റ കാര്യം പറയുക. ഇപ്പോൾ ഷാഫി പറമ്പിൽ, അതായത് ഷാഫി പറമ്പിലിൻ്റെ നടക്കുന്നൊരു വീഡിയോ കൂടി വന്നിട്ടുണ്ട്. അത് പ്ലേ ചെയ്യുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം പറയാം. ഇവിടെ എന്തിനാണ് വർഗീയത?
മുസൽമാൻ, ഹിന്ദു, ക്രിസ്ത്യൻ എല്ലാവരും ഒന്നല്ലേ, ഒരു ചോരയല്ലേ? ഇവിടെ ഒരൊറ്റ ദൈവമല്ലേ ഉള്ളൂ, ആ ദൈവം മനുഷ്യ ദൈവം, അങ്ങനെ നമുക്ക് കണ്ടൂടെ? അതുകൊണ്ട് പറയുകയാണ് പൊന്നു പ്രേക്ഷകരെ, അതായത് എനിക്ക് പേഴ്സണലി ഇന്ന പാർട്ടി അങ്ങനെ ഒന്നുമില്ല, നിങ്ങളോട് പറയുകയാണ്. ആരാണ് ഇവിടെ വർഗീയത ഉണ്ടാക്കുന്നത്? 2 വിഭാഗമുണ്ട്. ഒന്ന് RSSഉം 2 SDPIക്കാരും. അതായത് അവർ പറയുന്നത്, ആ 2 പാർട്ടി ഞാൻ വിമർശിക്കുന്നതല്ല, ആ പാർട്ടി തന്നെ പറയുന്നുണ്ട്, ഞങ്ങളുടെ നിലപാട് ഇങ്ങനെയാണ്, ഇങ്ങനെയുള്ളവർ ഞങ്ങളൊപ്പം കൂടിയാൽ മതിയെന്ന്. അപ്പോൾ അവരുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നാണ് പിണറായി വിജയനും ശിവൻകുട്ടിയൊക്കെ മാധ്യമങ്ങളോട് പറയുന്നത്. എന്നാൽ പിന്നിൽ നിന്ന് അവരോട് പോയി പറയുകയാണ്, SDPI നിങ്ങളുടെ വോട്ട് എനിക്ക് വേണം. ഇപ്പം മഞ്ചേശ്വരം, എൻ്റെ സ്വന്തം മണ്ഡലമാണ് മഞ്ചേശ്വരം. ഇവിടെ സുരേന്ദ്രൻ പറഞ്ഞത്, VD സതീശനും കുഞ്ഞാലിക്കുട്ടിയും SDPIയുമായി ചർച്ച ചെയ്തിട്ടാണ് SDPI മഞ്ചേശ്വരത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത് എന്ന്. പക്ഷേ സുരേന്ദ്രനോട് ഒരു കാര്യം പറയുകയാണ്, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് പറഞ്ഞത്? ഇവിടെ ഗ്രൗണ്ടിൽ കളിച്ചത് CPM ആണ്. CPM ആണ് SDPIയോട് സ്ഥാനാർത്ഥി പിൻവലിക്കാൻ പറഞ്ഞത്. CPMന് സപ്പോർട്ട് കൊടുക്കാൻ CPM ആണ് പറഞ്ഞത് എന്നാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വെറുതെ പറയോ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ CPM കേസ് കൊടുത്തു കഴിഞ്ഞാൽ കോടതിയിൽ അതിന്റെ എവിഡൻസ് വേണം. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിലേ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയും ഇവിടെ ഡീലുള്ളത്. ഇപ്പം ഞാൻ വിളിച്ച് പറഞ്ഞാൽ ഒരു പക്ഷേ വലിയ വിവാദമാവൂല. രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ച് പറഞ്ഞാൽ വിവാദമാവും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ജനപ്രതിയാണ്, അദ്ദേഹം എന്ത് പറഞ്ഞാലും വിശ്വസിക്കും ജനങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പച്ചക്കളവ് പറഞ്ഞിട്ട് മിണ്ടാപ്രാണിയെ പോലെ ഈ പറഞ്ഞ CPM ഇരിക്കും എന്നാണോ നിങ്ങൾ വിചാരിച്ചത്? അവർ കേസിന് പോവും. അപ്പോൾ അതിന്റെ അർത്ഥം രാഹുലിന്റെ കയ്യിൽ ക്ലിയർ ആയിട്ടുള്ള എവിഡൻസും തെളിവുമുണ്ട്. CPMഉം SDPIയും തമ്മിലാണ് കൂട്ട് എന്നതിന്റെ തെളിവുണ്ട് എന്നാണ്. അപ്പോൾ പൊന്നു പ്രേക്ഷകരെ, നമ്മുടെ ഷാഫി പറമ്പിൽ രംഗത്ത് വന്നിട്ടുണ്ട്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഷാഫി പറമ്പിലിന്റെ വിഷയത്തിലേക്ക് കടക്കാം. നിങ്ങൾ ആർക്ക് വോട്ടിടണം? പൊന്നു പ്രേക്ഷകരെ, നിങ്ങളൊരു പക്ഷേ LDFകാരായിരിക്കും, UDFകാരായിരിക്കും, BJPക്കാരായിരിക്കും. ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ മണ്ഡലത്തിൽ SDPI സ്ഥാനാർത്ഥി ഉണ്ടാവും, മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ഉണ്ടാവും, BJP സ്ഥാനാർത്ഥി ഉണ്ടാവും, LDF സ്ഥാനാർത്ഥി ഉണ്ടാവും, UDF സ്ഥാനാർത്ഥി ഉണ്ടാവും. പക്ഷേ അവൻ ഏത് പാർട്ടിയുമായിക്കൊള്ളട്ടെ, നിങ്ങൾക്കൊരു ആപത്ത്, ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ ഫോണ് വിളിച്ചപ്പോൾ അവൻ വരുന്നവരാണെങ്കിൽ, അവൻ മുസ്ലിം ലീഗുകാരനാകട്ടെ, RSSകാരനാകട്ടെ, SDPIക്കാരനാകട്ടെ, UDFകാരനാകട്ടെ, BJPക്കാരനാകട്ടെ, മതമുള്ളവനാകട്ടെ, പാർട്ടി ഉള്ളവനാവട്ടെ, പാർട്ടി ഇല്ലാത്തവനാവട്ടെ, മതമില്ലാത്തവനാവട്ടെ, ആരുമാവട്ടെ, അവന് നിങ്ങൾ വോട്ടിട്ട് വിജയിപ്പിക്കണമെന്ന് പൊന്നു പ്രേക്ഷകരോട് ഞാൻ പറയുകയാണ്. അതായത് അവൻ ഏത് പാർട്ടിയുമായിക്കൊള്ളട്ടെ, നിങ്ങൾക്കൊരു ആപത്ത് സംഭവിക്കുകയാണെങ്കിൽ, അവൻ ഓടിയെത്തുന്നുണ്ടെങ്കിൽ അവനെ നിങ്ങൾ വിജയിപ്പിക്കൂ. ഇതാണ് എൻ്റെ നിലപാട്. ഓക്കെ, അപ്പോൾ ഷാഫി പറമ്പിൽ രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്കതും ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. ഞാൻ ഒറ്റ വാക്ക് ചോദിക്കുക, കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗം അതിന്റെ കോലം ഇപ്പൊ എന്താണ് എന്നുള്ളത് അങ്ങനെ പറഞ്ഞാൽ പോരാതെ വരും, അത്രയും മോശപ്പെട്ട അവസ്ഥയില്ല. അപ്പൊ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ ഒരാൾ ഒരു കമന്റ് പറഞ്ഞു നമ്മളോട് ചോദിച്ച കാര്യത്തിന്, അത് മറ്റേ മുതലാളിയുടെ എങ്ങാനും ആയിരുന്നെങ്കിൽ വീട്ടിൽ പോയി പറയണം. ഇത് ഞാൻ പറഞ്ഞത് അതിന്റെ ഒരു കാരണം എന്താണെന്നറിയോ? അധികാരമാണ് ഏറ്റവും വലുതെന്ന് വിശ്വസിക്കുകയാണ്. അത് തലക്കടിച്ചവരെ പോലെ ചില ആളുകൾ പെരുമാറുക. ഒരൊറ്റ കാര്യം പറയാം, കേരളത്തിന്റെ വിദ്യാഭ്യാസം തകർന്ന് തരിപ്പണമാവാൻ കാരണം വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയാണ്. ഇത്തിരിയെങ്കിലും വിദ്യാഭ്യാസമുള്ളവരെ മന്ത്രിയാക്കണമെന്ന് CPMനോട് ഇനിയെങ്കിലും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പൊന്നു പ്രേക്ഷകരെ, കുറെ അടുത്തൊരു നടുക്കുന്ന വാർത്തയും കൂടി വന്നിട്ടുണ്ട്. അത് അടുത്ത വീഡിയോയിൽ പറയാം. നരേന്ദ്രമോദി എങ്ങനെയാണ് ജയിച്ചത്, ഒരു വോട്ട് ചോരി, അതിന്റെ തെളിവൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ അടുത്ത വീഡിയോയിൽ അത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.